നമസ്കാരം, ഇത് ദ ഇന്ത്യ. വ്യോമസേനയുടെ മുന്നേറ്റത്തിൽ കരുത്താകുന്ന ഹാപ് സംവിധാനത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പുറത്തുവരുന്നത് ഹാപ് സ്വന്തമാക്കുന്നതിനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നൽകിയതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളാണ്. ഉപഗ്രഹങ്ങൾക്ക് സമാനമായി പ്രവർത്തിക്കുന്ന ഈ ആളില്ലാ വിമാനങ്ങളെ ആകാശത്ത് ഒന്നിപ്പിച്ച് ബന്ധിപ്പിച്ച് ഫ്ലൈയിങ് നെറ്റ്വർക്ക് രൂപീകരിക്കാനാണ് വ്യോമസേനയുടെ പദ്ധതി. ഈ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ പച്ചക്കൊടി കാട്ടിയതായിട്ടാണ് വിവരം. ഇന്ത്യയുടെ വടക്കൻ പടിഞ്ഞാറൻ അതിർത്തികളിൽ തടസ്സമില്ലാത്ത തത്സമയ നിരീക്ഷണവും സുരക്ഷിതമായ ആശയവിനിമയവും ഉറപ്പാക്കിയാണ് ലക്ഷ്യം. ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്ലാറ്റ്ഫോം സ്റ്റേഷൻ എന്നതിന്റെ ചുരുക്കെഴുത്താണ് ഹാപ്സ്. സാധാരണ നിരീക്ഷണ വിമാനങ്ങൾക്ക് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് തുടർച്ചയായി ആകാശത്ത് തുടരാനാകുക. എന്നാൽ സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഹാപ്സുകൾക്ക് ആഴ്ചകളോ മാസങ്ങളോ വരെ ഉയർന്ന അന്തരീക്ഷത്തിൽ തുടരാൻ കഴിയും. ഭൂനിരപ്പിൽ നിന്ന് ഏകദേശം 20 മുതൽ 25 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് ഇവ പ്രവർത്തിക്കുക. സാധാരണ വിമാനങ്ങളുടെ ഗതാഗതത്തിനേക്കാൾ മുകളിലുള്ള ഇവയുടെ സ്ഥാനം താഴെയുള്ള പ്രദേശങ്ങളുടെ വിശാലമായ നിരീക്ഷണത്തിന് സഹായകമാണ്. ഒന്നിലധികം ഹാപ്സ് വിമാനങ്ങളെ ഒരേ സമയം ആകാശത്ത് വിന്യസിച്ച് സുരക്ഷിതമായ കണക്ഷനുകളിലൂടെ വിവരങ്ങൾ കൈമാറാനാണ് ഇന്ത്യൻ വ്യോമസേന ലക്ഷ്യമിടുന്നതെന്നാണ് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ. ഒറ്റ റഡാറിനെയോ ക്യാമറയോ ആശ്രയിക്കുന്നതിന് പകരം നിരീക്ഷണ ചുമതല പല ആളില്ലാ വിമാനങ്ങളായി വിഭജിക്കപ്പെടും. ഒരേ വിമാനം, മിസൈൽ, ഭൂതല ലക്ഷ്യം എന്നിവയെ വിവിധ കോണുകളിൽ നിന്ന് ഒന്നിലധികം ഹാപ്സുകൾ നിരീക്ഷിക്കുകയും അവ ശേഖരിക്കുന്ന വിവരങ്ങൾ പരസ്പരം കൂട്ടിച്ചേർക്കുകയും ചെയ്യും. ഇതുവഴി ഒരൊറ്റ നിരീക്ഷണ വിമാനത്തിന് നൽകാനാവുന്നതിനേക്കാൾ കൂടുതൽ വ്യക്തവും കൃത്യമായ വിവരം സൈന്യത്തിന് ലഭിക്കും. ഇന്ത്യയുടെ ഉയർന്ന മലയോര അതിർത്തികളിൽ ഈ സംവിധാനം ഏറെ നിർണായകമാണ്. കാരണം പർവ്വതനിരകൾക്ക് പിന്നിലുള്ള പ്രദേശങ്ങൾ ഭൂതല റഡാറുകളുടെ കാഴ്ചയിൽ നിന്ന് മറയുന്ന സാഹചര്യം പതിവാണ്. എന്നാൽ ഉയരത്തിൽ സഞ്ചരിക്കുന്ന ഹാപ്സുകൾക്ക് മലനിരകൾക്ക് മുകളിലൂടെ താഴേക്ക് നേരിട്ട് നിരീക്ഷണം നടത്താൻ കഴിയും. ഇതുവഴി നിയന്ത്രണ രേഖയിലെ മലനിരകൾക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്ന ലക്ഷ്യങ്ങൾ കണ്ടെത്താനും എളുപ്പമാകും. ഈ ഹാപ് ശൃംഖല ഒന്നിലധികം ആളില്ലാ വിമാനങ്ങളിലായി വിഭജിച്ചിരിക്കുന്നതിനാൽ സംവിധാനത്തിന്റെ വിശ്വാസ്യതയും വർദ്ധിക്കും. അറ്റകുറ്റപ്പണികൾക്കോ മോശം കാലാവസ്ഥയ്ക്കോ മറ്റേതെങ്കിലും കാരണത്താലോ ഒരു ഹാപ്സിന് താൽക്കാലികമായി നിരീക്ഷണ മേഖലയിൽ നിന്ന് പിന്മാറേണ്ടി വന്നാൽ സമീപത്തുള്ള ഹാപ്സിന്റെ ആളില്ലാ വിമാനങ്ങൾക്ക് ആ പ്രദേശത്തിന്റെ ചുമതല ഏറ്റെടുക്കാനാകും. ഇതുവഴി നിരീക്ഷണത്തിൽ വിടവുണ്ടാകില്ല. പ്രധാന സൈനിക താവളങ്ങൾ, റോഡുകൾ, സൈനിക ഉപകരണങ്ങൾ, സൈനിക നീക്കങ്ങൾ എന്നിവ തുടർച്ചയായി നിരീക്ഷിക്കാൻ ഇതിലൂടെ സാധിക്കും. മറ്റൊരു രാജ്യത്തിന്റെ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കാതെ തന്നെ അതിർത്തിക്കപ്പുറത്തെ പ്രദേശങ്ങളെ നിരീക്ഷിക്കാനാകുമെന്നതാണ് ഹാപ് സംവിധാനത്തിന്റെ പ്രധാന നേട്ടങ്ങളിലൊന്ന്. ഈ ആളില്ലാ വിമാനങ്ങളിലെ ക്യാമറകൾക്കും സെൻസറുകൾക്കും 500 കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ നിരീക്ഷണം നടത്താൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. അതായത് ഇന്ത്യൻ വ്യോമാതിർത്തികളിൽ സുരക്ഷിതമായി നിലയുറപ്പിച്ചുകൊണ്ട് അതിർത്തിക്കപ്പുറത്തുള്ള പ്രധാന സൈനിക ലക്ഷ്യങ്ങളോ അല്ലെങ്കിൽ ശത്രുക്കളുടെ നീക്കങ്ങളെയോ നിരീക്ഷിക്കാൻ കഴിയും. മറ്റൊരു രാജ്യത്തിന്റെ ആകാശത്ത് നേരിട്ട് പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സൈനിക പ്രതിസന്ധികളും ഇതുവഴി ഒഴിവാക്കാം. വിവിധ ഹാപ്സ് വിമാനങ്ങളിലായി വിവിധതരം റഡാറുകളും സെൻസറുകളും വിന്യസിക്കാനാണ് പദ്ധതി. രാപ്പകലില്ലാതെ മേഘാവൃതമായ കാലാവസ്ഥയിലും മഴയിലും ഭൂതലത്തിലെ ഉയർന്ന വ്യക്തതയുള്ള ചിത്രങ്ങൾ പകർത്താൻ കഴിയുന്ന അത്യാധുനിക റഡാറുകൾ ചില ഹാപ്സ് വിമാനങ്ങളിൽ ഘടിപ്പിക്കും. സന്ദേശങ്ങളും സിഗ്നലുകളും കണ്ടെത്താനും വിശകലനം ചെയ്യാനും കഴിയുന്ന ഇലക്ട്രോണിക് നിരീക്ഷണ ഉപകരണങ്ങളും ഇതിലുണ്ടാകും. ശത്രുവിന്റെ റഡാറുകൾ, റേഡിയോ സംവിധാനങ്ങൾ, മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവ കണ്ടെത്തുന്നതിനും അവയുടെ സ്വഭാവം തിരിച്ചറിയുന്നതിനും കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുന്നതിനും ഇത്തരം സംവിധാനങ്ങൾക്ക് കഴിയും. റഡാർ, ക്യാമറ, താപ സെൻസറുകൾ, ഇലക്ട്രോണിക് നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവയിൽ നിന്നുള്ള വിവരങ്ങൾ ഒരുമിച്ച് വിശകലനം ചെയ്യുന്നതിലൂടെ ഒരൊറ്റ ആളില്ലാ വിമാനത്തെ ആശ്രയിക്കാതെ തന്നെ യുദ്ധമേഖലയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സൈനിക നേതൃത്വത്തിന് കൂടുതൽ വ്യക്തമായ ധാരണയുണ്ടാകും. വിവരശേഖരണത്തിന് പുറമെ ഇന്ത്യൻ സേനകളുടെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തിനുള്ള ഉയർന്ന തലത്തിലുള്ള ശൃംഖലയായും ഹാപ്സ് പ്രവർത്തിക്കും. ഓരോ ഹാപ്സ് വിമാനത്തിനും സമീപത്തുള്ള മറ്റ് ഹാപ്സുകളുമായി ഭൂതല കേന്ദ്രങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടാനാകും. അതിനാൽ വലിയ അളവിലുള്ള വിവരങ്ങൾ സുരക്ഷിതമായി ദൂരങ്ങളിലേക്ക് കൈമാറാനും ഈ സംവിധാനത്തിന് കഴിയും. യുദ്ധസമയത്ത് ഭൂതല ആശയവിനിമയ സംവിധാനങ്ങൾ തകരാറിലാകുകയോ ഉപഗ്രഹ സിഗ്നലുകൾ തടസ്സപ്പെടുകയോ ഉപഗ്രഹ വിരുദ്ധ ആയുധങ്ങളുടെ ആക്രമണത്തിന് വിധേയമാവുകയോ ചെയ്താൽ ഈ സംവിധാനം അവിടെ വഴിത്തിരിവാകും. പോർ വിമാനങ്ങൾ, റഡാർ വിമാനങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, കമാൻഡ് സെന്ററുകൾ, കരസേനാ വിഭാഗങ്ങൾ എന്നിവയെ ബന്ധിപ്പിക്കുന്ന വേഗമേറിയതും സുരക്ഷിതവുമായ ആശയവിനിമയ സംവിധാനമായും ഹാപ് ശൃംഖല പ്രവർത്തിക്കും. ആകാശത്ത് സദാ സജീവമായി നിലനിൽക്കുന്ന ഈ പറക്കുന്ന ആശയവിനിമയ കേന്ദ്രങ്ങൾ ശത്രുക്കൾ ഇലക്ട്രോണിക് സിഗ്നലുകൾ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാലും സൈനിക വിഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധം നിലനിർത്താൻ സഹായിക്കും. വളരെ ദീർഘനേരം ആകാശത്ത് തുടരാൻ കഴിയുന്നതാണ് ഹാപ്സുകളെ പരമ്പരാഗത നിരീക്ഷണ വിമാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഇന്ധനം നിറയ്ക്കുന്നതിനും ജീവനക്കാരെ മാറ്റുന്നതിനുമായി റഡാർ വിമാനങ്ങൾക്ക് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നിലത്തിറങ്ങേണ്ടി വരും. എന്നാൽ ഹാപ്സുകൾക്ക് ദിവസങ്ങളോ ആഴ്ചകളോ വരെ ഉയർന്ന ഉയരത്തിൽ തുടരാനാകും. മനുഷ്യർ പറത്തുന്ന പരമ്പരാഗത വിമാനങ്ങളുടെ പരിമിതികളില്ലാതെ പ്രദേശങ്ങളെ തുടർച്ചയായി നിരീക്ഷിക്കാനുള്ള ശേഷിയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനയെ സംബന്ധിച്ചിടത്തോളം ഹാപ്സ് ഒരു നിരീക്ഷണ ഉപകരണം മാത്രമായിരിക്കില്ലെന്നാണ് വിലയിരുത്തൽ. ഉപഗ്രഹങ്ങൾ, റഡാർ വിമാനങ്ങൾ, ഭൂതല റഡാറുകൾ, ഡ്രോണുകൾ എന്നിവയ്ക്കൊപ്പം പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ വളർന്നു വരുന്ന പ്രതിരോധ ശൃംഖലയിലെ പ്രധാന ഘടകമായും ഹാപ്സ് മാറും. പദ്ധതിയുടെ പൂർണ്ണ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണെങ്കിലും ഭൂനിരീക്ഷണത്തിനപ്പുറം നിരവധി ദൗത്യങ്ങൾ ഹാപ്സിലൂടെ ലക്ഷ്യമിടുന്നുണ്ടെന്നാണ് സൂചന.